സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പുതിയ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതായത് ഫ്രീ ആയിട്ട്. സോ ഏത് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ റിവേഴ്സ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒരു 2-3 വീഡിയോ മുമ്പ് ഉണ്ടാവും. ഓക്കെ, സോ അതിൽ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, സോ ടെസ്റ്റിംഗ് സ്റ്റേജിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വർക്കിംഗ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഏകദേശം $2,000 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. $2,000 എൻ്റെ 100K അക്കൗണ്ടിൽ. പക്ഷേ അതിൽ നമ്മൾ കണ്ടുപിടിക്കാതിരുന്നിരുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്ക് കാരണം എനിക്കൊരു $4,000 ഈ ഒരാഴ്ച പോയി. സോ എങ്ങനെയെന്നല്ലേ, സോ അത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ എല്ലാം വിശദമായിട്ട് കണ്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നിങ്ങളെ ഓരോ കമൻറ്റുകളും നമുക്ക് വിലപ്പെട്ടതാണ്, അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതാക്കാൻ മറക്കരുത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്ട്രാറ്റജിയിൽ കഴിഞ്ഞ ആഴ്ച നല്ലപോലെ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി ഇതാക്കി ചെയ്തിരുന്നു. പക്ഷേ ഈ ആഴ്ച എനിക്ക് കുറച്ച് ഗ്രീഡ് കൂടിയുണ്ടാകും തോന്നുന്നുണ്ട്. സോ നല്ലപോലെ ഫസ്റ്റ് ട്രേഡ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഫസ്റ്റ് മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ അപ് ട്രെൻഡ് പോയിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സബിൾ തന്നിട്ട് ഒരു റീടെസ്റ്റ് അടിച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡൗൺ സൈഡ് വരേണ്ടത്. സോ ഇവിടെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിവേഴ്സ് ട്രെൻഡ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു, അതായത് മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു ട്രെൻഡിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എൻട്രി ഇടുള്ളൂ. ഇവിടുന്ന് എൻട്രി ഇട്ടിട്ട് മാർക്കറ്റിൻ്റെ SL ഇതിൻ്റെ മേലെ വെക്കാറാണ്. ഞാൻ എന്ത് ചെയ്യും, ഒരു ക്യാൻഡിൽ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞ് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ എൻട്രി ഇടും. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്യും, കുറച്ചുകൂടെ അടിയിലോട്ട് ഇറങ്ങിയിട്ട് അത് വിക്കായി രൂപപ്പെട്ട് നേരെ തിരിച്ചിട്ട് കയറിപ്പോവും. സോ ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ 3 ട്രേഡിൽ ഞാൻ അടുപ്പിച്ച് അത് ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രേഡ് മൊത്തം ഫ്ലോപ്പായി ഈ ഒരാഴ്ചത്തെ. സോ ഞാൻ ചെയ്ത ഫസ്റ്റത്തെ മിസ്റ്റേക്കാണത്. സോ നിങ്ങൾക്ക് എൻ്റെ PNL കാണാൻ പറ്റും, ഞാൻ സൈഡിൽ കൊടുക്കാം, എൻ്റെ PNL അവിടെ കാണാൻ പറ്റും. സോ ഞാൻ ചെയ്ത മിസ്റ്റേക്സും അതേപോലെ തന്നെ ടെസ്റ്റിംഗ് നടത്തിയ കാര്യങ്ങളെല്ലാം ഇത് കാണാൻ പറ്റും. കഴിഞ്ഞ ആഴ്ചത്തെ മൊത്തം ഡീറ്റെയിൽ $4,000 അപ്പോൾ പോയി കിടക്കണം. ഓക്കെ, സോ ടോട്ടൽ അക്കൗണ്ടിൻ്റെ $2,000 ഇപ്പോൾ മൈനസാണ്. പക്ഷെ നമ്മൾ തിരിച്ചു പിടിക്കും, അതാണ് നമ്മളിത്. ഓക്കെ, സോ നമ്മൾ വരുത്തിയ മിസ്റ്റേക്സും നമ്മളെ PNL കാര്യങ്ങളും നമ്മൾ എല്ലാ ആഴ്ചയും കാണിക്കും. ഓക്കെ, സോ നിങ്ങൾ നോക്കിയും കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ പേഷ്യൻസ് എന്നുള്ളതാണ് മിനിമം. സോ ഇവിടെ ഗ്രീഡ് കൂടിക്കഴിഞ്ഞാൽ പോയി. സോ ഗ്രീഡ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ അത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കാശ് മൊത്തം പോകും. സോ ഇവിടെ ക്ഷമ ചോദിക്കലും കാര്യങ്ങളൊന്നുമില്ല, പൈസ വെച്ചിട്ട് തന്നെ നമ്മൾ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അതായത് എവ്രി പ്രോബ്ലം വി മേക്ക് ദെൻ എന്താ പറയുക, പേ വിത്ത് $. എവ്രി മിസ്റ്റേക്ക് വി മേക്ക് പേ വിത്ത് $. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോബ്ലം, അതായത് ഇത് ക്ലോസ് ആയതിന് ശേഷം മാത്രം, ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നതിന് ശേഷം മാത്രം എൻട്രി ഇടുക. എന്നിട്ട് പോയി SL ഹിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളവിടെ പ്രോപ്പറായിട്ട് നിങ്ങളെ റൂള് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഫസ്റ്റത്തത്. രണ്ടാമത്തെ നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൽ ട്രെൻഡുകൾ നോക്കും. അതായത് മാർക്കറ്റിൽ നമുക്ക് ഇമീഡിയറ്റ് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഇതൊരു അപ് ട്രെൻഡാണ്. സോ ഇങ്ങനെ ഉണ്ടായി, നമുക്ക് കൺഫർമേഷൻ കിട്ടി, മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്ന് കയറിയിട്ട് അടിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് മാർക്കറ്റ് ഇവിടെ വന്നു, SL TP അടിച്ചിട്ടില്ല, ഫസ്റ്റ് TPൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ ഉണ്ടായി, നമ്മളാ സെയിം അടിയിലുണ്ടായി. നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇത് ബ്രേക്ക് ആവുണ്ടോ നോക്കണം. ഇത് ബ്രേക്ക് ആയാൽ ഇമീഡിയറ്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഇവൻ കൊണ്ട് വെക്കുക SL. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും അത് റിവേഴ്സ് ട്രെൻഡായിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ലോസ് വരാത്ത രീതിയിൽ മാർക്കറ്റിനെ ഇതാക്കുക. ഒരു ഹോപ്പ് വെച്ച് മേളിലോട്ട് അങ്ങോട്ട് എത്തിക്കണ്ട. ഓക്കെ,
ഒരു ഹോപ്പ് വെച്ച് അങ്ങനെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് SLക്ക് അടുത്ത് നമ്മളെ ഇവിടുത്തെ അതായത് മുമ്പിട്ട ട്രേഡിൻ്റെ SL ഹിറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ പോക്കായിരിക്കും അത് മുകളിലോട്ട്. സോ ആ കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ പോവാതെ ഇത് ഒരു കരയ്ക്ക് എത്തിക്കാൻ പറ്റും. സോ ഞാൻ ഈ ഒരാഴ്ച ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ആണ് ഇതൊക്കെ. ഈ 2 മിസ്റ്റേക്സ് ഞാൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് $4000 പോയത്. ഓക്കെ, സോ ഈ മിസ്റ്റേക്സ് നിങ്ങളും ആവർത്തിക്കാതിരിക്കുക. അതിനാണ് ഞാൻ ഇവിടെ വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ വളരെ സിമ്പിളാണ്. സോ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാം, നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൽ വളരാൻ പറ്റുള്ളൂ. സോ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കാരണം ഞാനത് എൻ്റെ സ്ട്രാറ്റജി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഏതൊരു പുള്ളിക്കാരുണ്ടായിരുന്നു, ആളുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി. അക്കൗണ്ട് വാഷ് ഔട്ട് ആകാത്ത നോർമലാണ് ബ്രോ. ഞാൻ ഒരുപാട് അക്കൗണ്ടുകൾ വാഷ് ഔട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോഴും അക്കൗണ്ട് വാഷ് ഔട്ട് ആവാറുണ്ട്. സോ നമ്മൾ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഗ്രീഡും ഒക്കെ ഒരു കാരണമാണ് അതിന്. സോ നമ്മളത് മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമം. ഓക്കെ, സോ പ്രോഫിറ്റും ഉണ്ടാക്കണം, വിത്ത് കൺസിസ്റ്റൻസി ഉണ്ടാക്കണം, വിത്ത് ഡിസിപ്ലിനോടെ ഉണ്ടാക്കണം. അതാണ് അവിടെ മാറ്റർ. ഡിസിപ്ലിനാണ് അവിടെ മാറ്റർ. ഓക്കെ, സോ എന്തായാലും നോക്കിയും കണ്ടു ചെയ്യുക. സോ ഞാനിപ്പോൾ ഗോൾഡിലൊരു ട്രേഡ് ഇട്ടുണ്ടായിരുന്നു. ഗോൾഡിൽ ഞാൻ സെയിം മിസ്റ്റേക്സ് തന്നെ ഞാൻ ആവർത്തിച്ചു. കണ്ടോ? സോ ഗോൾഡിൽ ഇവിടെ നിന്നാണ് എനിക്ക് കണ്ടു കിട്ടിയത്. ഞാൻ ഇവിടെ ബ്രേക്ക് ആയപ്പോൾ ഞാനവിടെ ട്രേഡ് ഇട്ടു. ഓക്കെ, സോ എനിക്ക് റീടെസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ ട്രേഡ് ഇട്ടത്. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ കറക്റ്റായിട്ട് മാർക്കറ്റ് അടുത്ത ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒത്തിരി നേരം ഇവിടെ ബ്രേക്ക് ആയിട്ടില്ല, ഞാനിത് പോകുന്നു കണ്ടപ്പോൾ ട്രേഡ് ഇട്ടതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് അത് ബ്രേക്ക് ആക്കി ഇവിടുന്ന് ഒരൊറ്റ പോക്ക് പോയതുണ്ട് അടിയിലിട്ട്. ഇപ്പോഴും ഞാൻ ഹോപ്പും വെച്ചിട്ടിരിക്കുക. സോ ഞാനത് ഇമീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാനത് ഇമീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ PNL ഇപ്പോൾ 4000 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പക്ഷേ ഇനി ഞാൻ ആ മിസ്റ്റേക്ക് ഇനി കാണിക്കില്ല. ഓക്കെ, സോ അതാണ്. ഇനി ഞാൻ ആ മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എൻ്റെ പൈസ കൊണ്ടേ കളയുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കുക. ഇത് ഒരുപാട് മിസ്റ്റേക്സ് ഇങ്ങനെ നമ്മൾ വരുത്തും. ആ മിസ്റ്റേക്സൊക്കെ കണ്ടറിഞ്ഞ് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, അതാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. സോ ഇത് പുതിയ സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത്. സോ നമ്മളെന്തായാലും നമ്മുടെ പഴയ സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ റിയൽ അക്കൗണ്ടിലൊക്കെ എടുക്കുന്നത്. ഓക്കെ, സോ എന്തായാലും നോക്കിയും കണ്ടും ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മാക്സിമം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.